എന്താ അമ്മാവന് ഇവിടെ നിന്ന് തിരിയാൻ പറ്റാത്ത അത്രയും പണിയുണ്ടല്ലേ. ഇതൊക്കെ ഞാൻ കാരണമാണെന്ന് ആലോചിക്കുമ്പോൾ എനിക്ക് സങ്കടം വന്നു. അത് ഈ തുച്ഛമായ എമൗണ്ടിന് വേണ്ടി അമ്മാവന് ഈ കഷ്ടപ്പെടുന്നത്. എന്റെ പൊന്നു മോളെ, നീ എന്തോന്ന് വർത്താനീ പറയുന്നത്? എപ്പോ നോക്കിയാലും അമ്മാവന് ഇത് തന്നെയല്ലേ അമ്മാവ. മറ്റേ അവിടെ വെച്ചാണ് അമ്മാവന് അത്രയും പണി ഉണ്ടായിരുന്നില്ല. ഇനി 3-4 പേർക്ക് ആഹാരം വെച്ച് വിളമ്പുന്നതാണോ വലിയ പണി? അതൊന്നും ഒരു പണിയേ അല്ല. ഇപ്പൊ എനിക്ക് തന്നെ ഒരു 3-4 പിള്ളേരുണ്ടെങ്കിൽ ഞാൻ അവർക്ക് വെച്ചു കൊടുക്കൂലേ? അത്രേ ഉള്ളൂ. സത്യം പറഞ്ഞാൽ ഇവിടെ എനിക്ക് എടുക്കാനുള്ള ഒരു പണിയില്ല. ഞാൻ ആ പടം മുഷിഞ്ഞിരിക്കുകയാണെന്ന് നിനക്കറിയാമോ? ഞാനാണ് ഒരു സമയം മര്യാദയ്ക്ക് ഇരിക്കാത്തതാണ്. നിനക്കറിയില്ല, അവിടെ ഓടി ഇവിടെ ഓടി ആ കൃഷി നോക്കി ഇവിടെ നോക്കി വാഴ നോക്കി വെണ്ട നോക്കി നടന്നുകൊണ്ടിരുന്നതാണ്. ഇപ്പം ചുമ്മാ ആയിരുന്നു ഒരു പണിയും ചെയ്യാതെ ഇരുന്ന് തിന്ന് തടി വരെ വെച്ച്. ചുമ്മാ പറയല്ലേ അമ്മാവ. അമ്മാവൻ എനിക്ക് വേണ്ടിയിട്ടല്ലേ കിടന്ന് കഷ്ടപ്പെടുന്നത്. ഏടി മക്കൾ അങ്ങനെയൊന്നും ഇല്ലടി, സത്യമായിട്ടില്ലേ? ഞാൻ ഹെൽപ്പ് ചെയ്യട്ടെ. ഒന്നും വേണ്ട. പിന്നെ തുച്ഛമായ പൈസയാണെങ്കിലും രുക്കുവിനും കൂടി ഇവിടെ ജോലി കിട്ടിയില്ലേ? നമുക്കതല്ലേ വേണ്ടേ? അപ്പം സന്തോഷമായിട്ട് ജീവിക്കുകയല്ലേ? അതൊക്കെ മതി. ഞാൻ ആലോചിക്കും അമ്മാവ, പൈസ ശരിക്കും ഉണ്ടാക്കണം. എന്നാൽ പിന്നെ നമുക്ക് ആരെയും നേരെ കൈ നീട്ടണ്ട. അത് മാത്രമല്ല, വല്ല ബിസിനസ്സും ചെയ്താണെങ്കിലും മര്യാദക്ക് ജീവിക്കാൻ പറ്റും. അത് ശരിയാണ്. പക്ഷെ മോള് വിദേശത്ത് കൊണ്ട് പോകണമെന്ന് പറഞ്ഞിട്ട് എന്തായി? അത് അവന്റെ ഐഡിയ അല്ലേ. എനിക്കറിയില്ല, നടന്നാ പോവായിരിക്കും. ഇപ്പൊ സാധാരണ എല്ലാവരും ചെയ്യുമ്പോലെ വിദേശത്ത് പോയി ഒരു 3-4 വർഷം അവിടെ ഇരുന്ന് കഷ്ടപ്പെട്ടതിന് ശേഷം ആ പൈസ ഇവിടെ കൊണ്ടുവന്ന് നമ്മളെ നാട്ടിൽ ബിസിനസ് ചെയ്താൽ പോരെ? അങ്ങനെ സുഖമായിട്ട് ജീവിച്ചൂടി. എല്ലാം ദൈവത്തിന്റെ കയ്യിലല്ലേ അമ്മാവ. നോക്കാം, അവനെന്തായാലും ട്രൈ ചെയ്യുന്നുണ്ട്. ഇതൊക്കെ തന്നെ പ്ലാനും. നടക്കും നോക്കിയാ എല്ലാം നടക്കും. അങ്ങനെ നടന്നാൽ നമുക്ക് എല്ലാവർക്കും കൂടി പോവാം. അമ്മാനെ ഞാൻ കൊണ്ടുപോകും. ഞാനും വരാം. നല്ല മനസ്സുള്ളവർക്ക് എല്ലാം നടക്കും മോളെ, കേട്ടാ. ദൈവം ദുഷ്ടന്മാരെ പന പോലെ വളർത്തുന്നെന്ന് കേട്ടിട്ടേ ഉള്ളൂ. അത് കറക്റ്റാ. അതൊക്കെ ചുമ്മാ, അത് അപ്പോഴത്തേക്കേ ഉള്ളൂ. എന്താ അമ്മാവനും മോളും കൂടെ ഒരു ഗുണഗുണ? നമുക്ക് പോവാ, ലേറ്റ് ആവണ്ട. ഇല്ലടി, ഞാൻ ലീവാ. എനിക്ക് നല്ല പല്ലുവേദന. പല്ലുവേനെ ഇന്നലെ രാത്രി തുടങ്ങിയതാ. മറ്റേ വിസ്റ്റം ടൂത്ത് തന്നെ ആയിരിക്കും. ഞാൻ കുറച്ച് ഗ്രാമ്പെടുത്ത് വെച്ച് കഴിഞ്ഞാൽ അത് മാറും. ഇല്ല, ഡോക്ടറെ കാണിക്കാം. ഒരു കാര്യം ചെയ്യാം, ഞാൻ വരാൻ കൂടെ. ഇല്ല വേണ്ട, സ്റ്റെഫി വരും. അവർക്ക് എന്തോ സിനിമയ്ക്ക് പോകണമെന്ന് പറഞ്ഞു. അപ്പൊ അത് ഡോക്ടറെ കണ്ടിട്ട് ഞങ്ങൾ സിനിമയ്ക്ക് പോകാൻ. ഓ, എന്നെ കൂട്ടാണ്ട് സിനിമയ്ക്കുള്ള പരിപാടിയാണല്ലേ? കേട്ടാ അപ്പൊ ഞാനാരാ? അമ്മാവാ, ഇവള് പവയായിട്ട് സിനിമയ്ക്ക് അവള് കാണാതെ സിനിമയില്ല, അറിയോ? ഓ, ഞാൻ കാണാതെ സിനിമയില്ല. അത് പിന്നെ ഫുഡ് ഡെലിവറി ചെയ്ത് കഴിഞ്ഞ് കിട്ടണ തുച്ഛമായ സമയത്ത് പോയി കാണുന്നതല്ലേ. അതെ, ഡെലിവറി കഴിഞ്ഞിട്ട് വരുന്ന 2.5 മണിക്കൂർ സിനിമയ്ക്ക് വേണം. അത് അത്രയും സമയമുണ്ട്. എന്നിട്ട് വന്നിട്ട് മേലുവേന കാലുവേന, എനിക്ക് വയ്യടി, കിടന്നുറങ്ങട്ടെ. എപ്പോഴാണ് ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞത്? അതിനെ കുറിച്ചൊന്നും പറയട്ടെ. അതങ്ങനെയാണ് മോളെ, അതങ്ങനെയാണ്. എന്നറിയാമോ, ഈ പ്രേമിക്കുന്ന സമയത്ത് ആൾക്കാരെല്ലാം അങ്ങനെയാണ്. അതെ, മോള് സംസാരിച്ചോണ്ടിരിക്കാൻ ജോലിക്ക് പോകാൻ നോക്കും. പവി വെയിറ്റ് ചെയ്യില്ലേ? പാവിന്നില്ല. അവന്റെ ഏതോ ഫ്രണ്ടിന്റെ കല്യാണം വന്നു. അപ്പൊ അവൻ ഫ്രണ്ട്സായിട്ട് പോയേക്കോ. ആണോ? അപ്പൊ മോൾ ഒറ്റയ്ക്കാണെന്ന് പോണേ? സൂക്ഷിക്കണം കേട്ടാ. പോണെന്ന് ഒട്ടും താല്പര്യമില്ല. എനിക്ക് നല്ല മടിയുണ്ട്. അവൻ വന്നിട്ട് പോവാന്നൊക്കെ വിചാരിച്ച. പിന്നെ എന്തായാലും നടക്കട്ടെ എന്ന് വിചാരിച്ചു. ഇവിടെ ഇരുന്നിട്ട് കഥയൊന്നും ഇല്ലല്ലോ. പോകുന്നുണ്ടോ? എന്നിട്ട് പോണ്ടെന്ന് ആഗ്രഹമില്ലെങ്കിൽ പോണ്ട. അതന്നെ ഞാനും പോണ്ടല്ലേ. പോണല്ലോ. ഒരു കാര്യം ചെയ്യും, നമുക്ക് സിനിമയ്ക്ക് പോവാം അല്ലേ? എന്നാ അമ്മാനൊരു കൂടി ആ സിനിമയ്ക്ക്. അത് ശരിയാവില്ല. മാഡം ഇവിടെ ഇല്ല. മാഡം വന്നു കഴിയുമ്പോൾ നമ്മളോട് കണ്ടിലേക്ക് പ്രശ്നമാവും. മാഡം പോയി വരുമ്പോഴത്തേക്ക് നമുക്ക് തിരിച്ചു വന്നൂടെ? മാഡം ഇപ്പൊ വരുന്നു. ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പോയതില്ല. ഇപ്പൊ ഉടനെ വരും. നിങ്ങൾ പോയിട്ടോ. ഞാനും ആളും കൂടെ പിന്നെ ഒരു എന്നാ ഒരു കാര്യം ഞാൻ പറയട്ടെ, ബെസ്റ്റ് ഐഡിയ. ഞാൻ നിന്റെ ഇപ്പൊ ഹോസ്പിറ്റലിൽ വരാം. എന്നിട്ട് ഞാൻ തിരിച്ചിങ്ങോട്ടേക്ക് വരാം. അയ്യോ, അപ്പൊ സിനിമയ്ക്ക് ഇല്ലല്ലേ? അമ്മാനില്ലാണ്ട് ഞാനില്ല. എന്താ അമ്മാവാ? അത് കുഴപ്പമില്ല, നിങ്ങൾ പോ. അയ്യോ മാഡം, 100 ആയുസ്. മാഡം ഓഫീസിലുണ്ട്. ആണോ? അയ്യോ, ഞാൻ പറയാം മാഡം, വിളിക്കാൻ പറയാം. ആണോ? ശരി, കുഴപ്പമില്ല, ഞാൻ പറഞ്ഞോളാം മാഡം. ഓക്കെ. അല്ല മാഡം, പ്രശ്നമൊന്നുമില്ല, ഞാൻ നോക്കിക്കോളാം. ശരി മാഡം, ഓക്കെ. മാഡമാണ് വിളിച്ചത്. എന്താ പറഞ്ഞു? ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് കിട്ടാൻ സമയമാവും. എന്നിട്ട് അതുകൊണ്ട് മാഡം ബാങ്കിലും പോയിട്ട് വേറെ എവിടെ പോകണമെന്ന്, അതൊക്കെ കഴിഞ്ഞിട്ട് വൈകുന്നേരം എത്തോളം. ബെസ്റ്റ് ടൈമിങ്. ബാ, നമുക്ക് സിനിമയ്ക്ക് നേരത്തെ പോയിട്ട് നേരത്തെ വരാം. അമ്മാൻ രുക്കുവിൻ്റെ അടുത്ത് പോയി പറ. രുക്കുവിന് സന്തോഷമായിട്ട് പെട്ടെന്ന് റെഡി ആയിട്ട് ഇറങ്ങാൻ പറ. അത് തന്നെയല്ലേ പറയാം. പിന്നെ നമുക്ക് എല്ലാവർക്കും കൂടി ഒരുമിച്ച് പോകണ്ട. ഒരുമിച്ച് പോയി കഴിഞ്ഞാൽ അവന്മാർക്ക് ഡൗട്ട് അടിക്കും. പിന്നെ അതായി വേറെ പ്രശ്നം. ഓക്കെ, ഞങ്ങൾ ആദ്യം പോവാം. അമ്മാൻ്റെ കൂടി പയ്യ ഇറങ്ങിയാൽ മതി.
അപ്പൊ ഇന്ന് സിനിമ കാണാം. ഏത് സിനിമ കാണാം? ഈ സിനിമ ലേറ്റസ്റ്റ് ഇപ്പം ഇറങ്ങിയതും കാണാം. അതായത് പോയി ടിക്കറ്റ് എടുക്കാൻ നോക്കാം. ഇംഗ്ലീഷ് വേണം, ഹിന്ദി വേണം, പോയി നോക്കാം. എന്നാ ഞാൻ കാണാം. ആഹാ, നീ ഇവിടെ ഇരിക്കായിരുന്നാ? എന്നിട്ടാണ് മാഡത്തിന്റെ ഫോൺ എടുക്കാത്ത? നിന്നെ വിളിച്ചിട്ട് കിട്ടില്ല എന്ന് പറഞ്ഞ് മാഡം എന്നെ വിളിച്ച്. ആണോ? എൻ്റെ ഫോൺ സൈലന്റ് ആയി. ഞാൻ മേഡത്തെ തിരിച്ചു വിളിച്ചായിരുന്നു. ആ, മേഡം എന്തായാലും വരാൻ ലേറ്റ് ആവും. ഒരു കാര്യം ചെയ്, ഇറങ്ങ്. എവിടെ? നമുക്കൊരു സിനിമയ്ക്ക് പോവാം. മേഡം അറിഞ്ഞാ അറിയാലോ ചേട്ടാ. എടി, മാഡം ഒന്നും അറിയാൻ പോണില്ല. ചാരുമോളെല്ലാം സെറ്റ് ആക്കിയിട്ടുണ്ട്. നമ്മൾ അവരെ കൂടെ പോണത്. അവര് സിനിമയ്ക്ക് പോകുന്നുണ്ടോ? ഓ, ഇതെന്തോന്നിത്? നിനക്ക് എന്തൊക്കെ അറിയണം? പെട്ടെന്ന് പോയി ഇറങ്ങു പെണ്ണേ. അതെ, അവര് സിനിമയ്ക്ക് പോകണേ നമുക്ക് പോണോ? പിന്നെ പോണ്ടേ? വേണ്ട. അയ്യയ്യേ, ഇതെന്തൊരു കൂത്ത്! നീ എല്ലാം ചാടിക്കൊണ്ടിരുന്ന സിനിമയ്ക്ക് പോണോന്ന്. ഇപ്പൊ സിനിമയ്ക്ക് പോകാന്ന് പറഞ്ഞപ്പോ പോണ്ടാന്നാ? പിന്നൊരു ദിവസം പോവാ. പിന്നെ ദിവസം പോവാന്നാ? നീ എന്തൊക്കെയാ പറയണത്? ഈ മനുഷ്യന്റെ ഒരു കാര്യം, അവര് പോയാൽ പിന്നെ നമ്മൾ മാത്രമല്ലേ ഉണ്ടാവത്തുള്ളൂ. അതങ്ങനെ നമ്മൾ മാത്രം? ജനിയും ദിവ്യ മോളും ഇവിടെ ഇല്ലേ? ദിവ്യ എന്തായാലും ഇന്ന് കോളേജിൽ പോയി. ജനി ആണെങ്കിൽ ഉടുപ്പ് വാങ്ങിക്കാനൊക്കെ പോണോന്ന് പറയുന്നേ. ആണാ? അയിന് എല്ലാരും പോയാ പിന്നെ നമ്മൾ മാത്രമല്ലേ ആവുള്ളൂ. അതല്ലേടി വണ്ടി ഞാൻ പറയണത്. നമ്മൾ മാത്രമായിട്ട് ഇവിടെ എന്തിനു ചെയ്യാൻ? നമുക്ക് ചാരുമോളൂടെ സിനിമയ്ക്ക് വന്ന് അടിച്ച് കറങ്ങിട്ട് വന്നൂടെ? ഒട്ടനാണോ നിങ്ങള്? ഈ മനുഷ്യൻ ഇങ്ങോട്ട് വന്നേ. കൊച്ചു കള്ളി, ഇങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ വെട്ടി തുറന്നങ്ങ് പറയണ്ടേ? എന്തിനിങ്ങനെ വളഞ്ഞിങ്ങനെ മൂക്കി പിടിക്കണം? ഡയറക്റ്റായിട്ട് ഇങ്ങനെ പിടിച്ചോടി ഇങ്ങനെ. ഇതിൽ കൂടുതൽ ഞാൻ എങ്ങനെ പറയാനാ? മണ്ടൻ. മണ്ടനാടി ഞാൻ? എടീ, പിള്ളേരും പോട്ട്, ഞാൻ കാണിച്ചു തരാം ഞാൻ മണ്ടനാണോ അല്ലയോന്ന് കേട്ടാ. അതിൽ ചെറിയൊരു പ്രശ്നമുണ്ട്. എന്താ പ്രശ്നം? നമ്മൾ സിനിമയ്ക്ക് വരില്ല എന്ന് പറഞ്ഞല്ലേ, ചാരുമോള് സമ്മതിക്കൂല. അത്രേ ഉള്ളൂ. ചാരുമോളോട് എന്തെങ്കിലും കള്ളം പറഞ്ഞാൽ മതി. ചാരുമോളോട് ഞാൻ കള്ളം പറയാനാ? എന്തോ കള്ളം പറയാം? പിന്നെ കള്ളം പറയാത്തൊരു മനുഷ്യൻ. അതല്ലേടി, ചാരുമോളടുത്ത് ഞാൻ അങ്ങനെ കള്ളമൊന്നും പറയൂല. എന്നാ പിന്നെ അങ്ങ് സത്യം പറ. അയ്യേ നാണക്കെടല്ലേ? ചാരുമോൾ എന്നെ കുറിച്ച് എന്ത് വിചാരിക്കുക? അയ്യേ, അത് വേണ്ട, അത് ശരിയാവൂല. പിന്നെ അവർ കൊച്ചു പിള്ളേരൊന്നും അല്ലല്ലോ, അവർക്കിതൊക്കെ മനസ്സിലാവും. അതൊക്കെ അറിയാം, എന്നാലും അത് ശരിയല്ല. ഞാൻ അങ്ങനെ കാണിക്കാൻ പാടില്ല. പിന്നെ ഞാൻ കാര്യം ചേട്ടാ, ഞാൻ ഒരു ഐഡിയ പ്രയോഗിക്കാം. എന്ത്? നിനക്ക് വയറ് വയ്യാന്ന് പറയാം. അയ്യേടാ, അതൊന്നും പറയണ്ട. എനിക്ക് വേറെ ഒന്നും പറയണ്ട. ചേട്ടാ വേറെ എന്തെങ്കിലും കള്ളം പറ. എന്നാ പിന്നെ എനിക്ക് വയറ് വയ്യാന്ന് പറയാല്ലേ? എന്നിട്ട് എനിക്ക് വയ്യാത്തോണ്ട് എന്നെ ശുശ്രൂഷിക്കാൻ വേണ്ടി നീ ഇവിടെ നിൽക്കുകയാണെന്ന് കൂടെ പറ. പിള്ളേരങ്ങോട്ട് പോട്ട്. ഇത് നിനക്ക് പോവാം. പോവാം നമുക്ക്. അയ്യോ, ചേട്ടനെ വയറിന് തീരെ സുഖമില്ല. മൂന്നാല് തവണ ടോയ്ലറ്റിലൊക്കെ പോയി, ഒട്ടും വയ്യ. അപ്പൊ റെഡി ആയില്ലല്ലേ? റെഡി ആയില്ല. ഞാനിപ്പോ ലെമൺ ടീ ഇട്ട് കൊടുത്തതേ ഉള്ളൂ. അത്ര വയ്യ. ഹോസ്പിറ്റലിലെല്ലാം പോണോ? വേണ്ട. അയ്യോ, ഇത് സംഗതി നല്ല കൂടുതലുണ്ടെന്നാ തോന്നുന്നു. ദൈവമേ, തീരെ വയ്യേ. അയ്യോ, എന്നെ പൊന്നു മോളെ. അയ്യോ, പൈപ്പ് തുറന്നു വിട്ടതുപോലെ വയറ്റിൽ എന്നൊരു കാര്യം ചെയ്താലോ? നമുക്കിട്ട് താമസിപ്പിക്കണ്ട, വാ ഹോസ്പിറ്റലിൽ പോവാ. അയ്യോ വേണ്ട, അതൊന്നും വേണ്ട. അത്രയും ഒരു പ്രശ്നമൊന്നും ഇല്ല. ഈ കട്ടൻ ചായ കുടിക്കുമ്പോ അങ്ങ് മാറിക്കോളും. ഇന്നലെ എന്താ പപ്സ കണ്ട് കഴിച്ചില്ലയോ? അതെ, ദിവാറിന്റെ കടയിൽ നിന്ന് ഞാൻ പപ്സ് കഴിച്ചു വൈകുന്നേരം. എന്തിനീ വേണ്ടാത്തൊക്കെ കഴിക്കാൻ നിക്കുന്നേ? അല്ല, അത് അറിയാതെ കഴിച്ചു. ഇതിപ്പോ കുഴപ്പമില്ല. നാരങ്ങ കട്ടയൊക്കെ കുടിച്ചപ്പോ ഒരുവിധം ഓക്കെയാണ്. ആണോ? എന്നൊരു കാര്യം ചെയ്യും, നിങ്ങൾ രണ്ടുപേരും പോയിട്ട് വാ. ഞാനിവിടെ നിൽക്കാം. ഞാൻ വന്നാൽ ശരിയാവില്ല. അതെ, നീ ഇവിടെ നിൽക്കുക. അമ്മാവൻ എന്തെങ്കിലും ആവശ്യം വന്നാലോ ഹോസ്പിറ്റലിൽ പോകണ്ട. ഞാൻ പോണില്ല. അതെ, ഞാനൊരു കാര്യം പറയട്ടെ. നിങ്ങൾ എല്ലാരും കൂടെ വല്ലപ്പോഴും ഒരിക്കലും ഇങ്ങനെ ഒരുമിച്ച് സിനിമയ്ക്കൊക്കെ പോണേ. നിങ്ങൾ പോയിട്ട് വാ. ഇതിപ്പോ എനിക്ക് ഈ കട്ടനെ കുടിച്ചപ്പോ ഒരുവിധം ഓക്കെ ആയി. അല്ല, ഒരു കാര്യം ചെയ്യാം, ഞങ്ങളും പോകുന്നില്ല. ഡെന്റിസ്റ്റിനെ കണ്ടിട്ട് തിരിച്ചു വരാം. അമ്മാവനും ഇങ്ങനെ വയ്യായിരിക്കും.
പറ്റൂല, എനിക്ക് സിനിമയ്ക്ക് പോകണം. അതെ, നിങ്ങളൊരു കാര്യം, നിങ്ങൾ മൂന്നുപേരും കൂടെ പോയി, നിങ്ങൾ പോയിട്ട് വല്ലപ്പോഴല്ലേ പോകണം, നിങ്ങൾ പൊയ്ക്കോ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. അമ്മാവനിപ്പൊ കുഴപ്പമില്ലാതെ കുടിച്ചിട്ട് കുറഞ്ഞെന്നല്ലേ പറഞ്ഞേ? അല്ലേ? പെട്ടെന്ന് പോയിട്ട് വാ. കുറഞ്ഞടി. എന്നൊരു കാര്യം ചെയ്യാം, നമുക്ക് പയ്യെ നമുക്ക് പോയിട്ട് സിനിമയൊക്കെ കണ്ട് തിരിച്ചു വരാം. ഒരു കുഴപ്പമില്ലല്ലോ. ആ എന്നിട്ട് ഇവിടെ വന്നിട്ട് നമുക്ക് റെസ്റ്റ് എടുക്കാം. അതെ അതെ അതെ, അങ്ങനെ വരാമായിരുന്നു. പക്ഷേ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഇത് നിന്നിരിക്കുകയാണ്. ഇപ്പോൾ തിയേറ്ററിനകത്ത് പോയി കഴിയുമ്പോൾ ഇതുപോലെ ആവുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും മോശമല്ലേ, ആ പടം നാറൂലേ അല്ലേ? അതെ അതെ, നാറും ഓക്കെ ആണെന്ന് ഉറപ്പല്ലേ? പ്രോപ്പറായിട്ട് റെസ്റ്റ് എടുത്തോളൂ. നോക്കിക്കോളൂ, ഞാൻ നോക്കിക്കോളൂ, ഞാൻ ഉണ്ടല്ലോ ഇവിടെ. മക്കള് പോയിട്ട് വാ. എന്നാ ഞങ്ങൾ പോയിട്ട് എന്തിനുണ്ടെങ്കിൽ അപ്പൊ വിളിച്ചോണം രുക്കു തന്നെ. ഞാൻ വിളിക്കാം. വിളിക്കും. അപ്പൊ തന്നെ ഞങ്ങൾ വരും. വിളിച്ചിട്ട് എന്നാ നന്നായി അത് ഇടക്കിടക്ക് കൊടുക്കട്ടോ ലൈറ്റ്. പോയിട്ട് വരാട്ടാ അമ്മ, റെസ്റ്റ് എടുക്കണേ. സിനിമയിൽ അഭിനയിക്കാൻ പോക്കൂടെ? രണ്ടുപേരൊക്കെ വിളിച്ചിട്ടുണ്ട്, നോക്കണം. പിന്നെ ഞാൻ കുളിച്ചിട്ട് വരാം. അതെവിടെ? അതെ, ആ ചുവന്ന സാരിയില്ലേ, അത് കൊടുത്തിട്ട് വരില്ലേ? ജെനി, എന്തുവാ? കുറച്ച് സ്റ്റെപ്പ് വന്ന്. രാവിലെ ഇന്ന് കോളേജിൽ പോയിട്ട് ആര് കോളേജിൽ പോയി? പോയായിരുന്നു. എനിക്ക് അക്കൗണ്ടൻസി ക്ലാസ് ആയിരുന്നു. ബോറടിച്ചപ്പോ ഞാൻ ഇന്ന് പോകുന്നു. എന്നാ പിന്നെ വല്ല സിനിമയ്ക്കൊക്കെ പോയിക്കൂടായിരുന്നോ കൂട്ടുകാരുടെ കൂടെ? എനിക്കൊരു മൂഡില്ലടേ, എനിക്കൊന്ന് ഉറങ്ങിയാ മതി. നല്ല ക്ഷീണം. പ്ലാനും തേഞ്ഞ്. എന്തുവാ? പോയില്ലേ ജെനി? മോളിത് ഡ്രസ് എടുക്കാൻ പോന്ന് പറഞ്ഞിട്ട് പോയില്ലേ? ഞാൻ എന്താ പൂ ഇറങ്ങുന്നേ ഉള്ളൂ. നീ വരുന്നുണ്ടോ കൂടെ? ഞാൻ വരുന്നില്ല. മാഡത്തിന്റെ സ്വഭാവം അറിയാലോ. ഒരു കാര്യം ചെയ്യാവോ, ഇവളവിടെ കൂട്ടിക്കൊണ്ടു. ഇവള് വെറുതെ ഇരിക്കില്ലയോ? ഞാൻ അവളെ വിളിച്ചതാ എന്റെ രുക്കു. അവള് പറഞ്ഞില്ല അവൾക്ക് ഉറങ്ങണോന്ന്. നിങ്ങളൊന്ന് പോയ പിള്ളേരെ, എനിക്കൊന്ന് ഉറങ്ങണം. ഇന്നലെ രാത്രി ഗെയിം കളിച്ചോണ്ടേ ഒട്ടും ഉറങ്ങിയില്ല. നല്ല ക്ഷീണം. ഇന്നലെ രാത്രി ഗെയിം കളിക്കാൻ ഞാൻ പറഞ്ഞില്ലേ, കോളേജിൽ പോയിട്ട് കോളേജ് കട്ട് ചെയ്ത് കിടന്ന് ഉറങ്ങും അസത്ത്. അതെ രുക്കു, അമ്മാവനോട് പറഞ്ഞേക്ക് ഫുഡ് വേണ്ടാന്ന്. ഇപ്പൊ ഉറങ്ങിയാൻ എപ്പ എണീക്കെന്ന് അറിയാൻ പറ്റൂല. ഞാൻ എപ്പ എണീച്ചാലും ഞാൻ അപ്പൊ ഓർഡർ ചെയ്ത് കഴിച്ചോളാം. ഓക്കെ, ഗുഡ് നൈറ്റ്. ശരി, നന്നായിട്ട് ഉറങ്ങിക്കോട്ടോ. ഞാൻ ഫുഡൊക്കെ കൊടുത്തരാം. ഓക്കെ, ബൈ. പോയിക്കോ, വാലടച്ചിട്ട് പോയിക്കോ. നന്നായിട്ട് ഉറങ്ങിക്കോട്ടോ. പോയിക്കോ. ഇപ്പോഴൊന്നും എഴുന്നേലൊക്കെ നടക്കും. താഴമ്പുമണമുള്ള തണുപ്പുള്ള രാത്രിയിൽ തനിച്ചിരുന്നുറങ്ങുന്ന ചെറുപ്പക്കാരി. ദിവ്യകളുണ്ട്. അയ്യോ, ആ കുറിപ്പുണ്ടാ? ഓ, പേടിക്കണ്ട, അവളിടന്ന് ഉറങ്ങുവാ. ആണാ? ഉള്ളതന്നെ. നീ പാട്ട് പാടി അവിടെ ഉറത്തായിരുന്നാ മതി ചേട്ടൻ. തീർത്തി. എന്നാ പിന്നെ നമുക്ക് കാര്യത്തിലോട്ട് കിടന്നാലാ? പൂവച്ചോ ഇരുന്നോ? പോണടി, നീ എന്നെ വൈ. പൂ വെച്ചേ അടങ്ങത്തോളൂ. പിന്നെ പൂ വച്ചാലേ ഒരു ഗുമ്മ വരുവുള്ളൂ. ആ, പെട്ടെന്ന് വൈ. പറ. എന്നോട് പഠിച്ചവർക്കൊക്കെ പിള്ളേരായി. അതിപ്പോ എന്റെ കൂടെ പഠിച്ചവർക്കും പിള്ളേരൊക്കെ ആയി കാണും. നമുക്ക് വേണ്ടേ? പിന്നെ എനിക്കും ആഗ്രഹം ഇല്ലാഞ്ഞിട്ടാണ് അതിപ്പോ. നമ്മളൊക്കെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ അറിഞ്ഞുണ്ട്. അതിൻ്റെ ഇടയിൽ ഒരു കൊച്ചുകൂടെ വന്നു കഴിഞ്ഞാൽ അതിനെ നല്ല രീതിയിൽ പഠിപ്പിക്കണ്ടേ, നല്ല രീതിയിൽ വളർത്തണ്ടേ. കുറച്ചുകൂടെ വെയിറ്റ് ചെയ്യും, നമുക്കെല്ലാം സെറ്റാക്കാം. എനിക്കെല്ലാം അറിയാം. എന്നാൽ ഞാനൊരു പെണ്ണല്ലേ ചേട്ടാ. എനിക്കും ആഗ്രഹമില്ലയോ ഒരു കുഞ്ഞു വേണമെന്നും, അതിനെ സുന്ദരനായി ഒരുക്കി പൊട്ടൊക്കെ തൊട്ട് കണ്ണൊക്കെ എഴുതി കുളിപ്പിച്ച് താരാട്ടൊക്കെ പാടി ഉറക്കാൻ. ഇത്രയുള്ള നീ മോളൊരു കാര്യം ചെയ്യും, തൽക്കാലത്തേക്ക് എന്നെ ഒരു കുഞ്ഞായിട്ട് കണ്ടോ. എന്നിട്ട് നീ പൊട്ട് തൊട്ട് താരാട്ട് പാട്ട് പാടി കണ്ണെഴുതി ഉറക്കിക്കോ. എന്തേ സത്യം? ഞാൻ ഒരുക്കും. ഒരുക്ക, അതിനല്ലേ ഞാൻ അവിടെ വന്നിരിക്കുന്നത്. എന്നാ പറ, അമ്മയുടെ മോനാരാ?
കാണിച്ചു വെച്ചിക്കണേ? ഞാനിങ്ങനെ എന്റെ കൊച്ചിനെ ഒരുക്കുന്നേ. ആഹാ. ആ, എന്നാലേ ഇവിടെയൊക്കെ സാധനം ഇവിടെ എന്നാൽ നീയും കുറച്ച് സുന്ദരിയാവും. ആരാ വന്നു? എങ്ങോട്ട് പോയി? ഞാനില്ലെന്നോ എവിടെ? എന്താ ഇവിടെ? ഓ കിടന്നിട്ട് ഉറക്കം വരുന്നില്ലേ? ആണോ? കുറച്ചു നേരമായി. ഞാൻ വെച്ച് ഉറങ്ങുമായിരിക്കും. ഇന്നാണെങ്കിൽ നല്ല വിശപ്പുണ്ട്. ചേട്ടനെ വിശപ്പ് ചേട്ടനെ കണ്ടില്ല. ജേടെ ഇവിടെ ഒന്നും ഇല്ല. എവിടെ പോയി? മാർക്കറ്റിൽ. ആണോ? അല്ല ഇതെന്താ ചുവന്ന സാരി? ഇന്നത്തെ ചുരിദാറല്ലേ ഇട്ടണ്ടേ? ഇതെന്താ ഒരു മറക്? അമ്പലത്തിൽ പോണമായിരുന്നേ. അതുകൊണ്ട് അമ്മ പറഞ്ഞിട്ടുണ്ട് കണ്ണ് ഇട്ടായിരിക്കാൻ ഇഷ്ടപ്പിച്ചു ഇതുപോലെ ഫുഡ് ഓർഡർ ചെയ്യാല്ലേ? നിനക്ക് കൂടെ ഓർഡർ ചെയ്യട്ടെ? വേണ്ട വേണ്ട, എനിക്കൊന്നും വേണ്ട. അന്ന് കാത്തു യോ റൂമെല്ലാം ഭയങ്കര വൃത്തിയുടെ, ഭയങ്കര സ്മെല്ലും വൃത്തിയോട്. ഞാൻ ക്ലീൻ ആക്കുമായിരുന്നു. ആണോ? എന്നാ പിന്നെ ഞാൻ പിന്നെ പോയിട്ട് വരാം. ബൈ. പിടിച്ച് വലിക്കാട് ഇതല്ലേ? പെട്ടെന്നറിയപ്പോ ഇവിടെ പോവാൻ ചേട്ടൻ പുറത്തു പോ. എന്റെ ഈ കോലത്തിൽ ആ കുട്ടി പിശാച് കണ്ടു കഴിഞ്ഞപ്പോൾ എല്ലാവരോടും പറഞ്ഞു എനിക്ക് നാണക്കേടല്ലേ, പിന്നെ എനിക്ക് തലവരത്ത് നടക്കാൻ പറ്റില്ല. ഞാൻ പോകില്ല, കഴിച്ചു പോളൂ. ചേട്ടൻ പുറത്തില്ല, അതാണ് അവൾ ദൂരോട്ട് പോയിട്ടുണ്ട്. ശരിയാകൂല. വരാന് അമ്മാവോ അമ്മാവോ ഞാൻ ഇവിടെ പോയി വിളിക്കും. രുക്കോ വാലോർന്ന് രുക്കോ 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 ഒന്ന് വാതിലോർക്ക്. രുക്കു തുറന്നേ. രുക്കോ എന്തു അടിക്കണം അലിക്കുന്ന എന്താ കാര്യം? അമ്മാവൻ ഇവിടെ എവിടെ കാണുന്നില്ല. രുക്കോണെ വാതിലും തുറക്കണില്ല. അവളകത്തിനെ കാണും. രുക്കു ഞങ്ങള് കുറച്ച് മുട്ടി നോക്കിന്നേ. രുക്കോ നീ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. രുക്കു 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 ഡോർ ഓർക്ക്. എന്താടി എന്താ ഇവിടെ? എടി ഇവിടെ ഡോർ ഓർക്കാത്ത കുറെ നേരം പിടിച്ചോണ്ടിരിക്കണല്ലോ. അമ്മാവനെ കാണുന്നില്ല. ഇല്ലേ എടേ അമ്മാവ മാർക്കറ്റിൽ പോയി. രുക്കു അമ്പലത്തിൽ പോകാൻ റെഡി ആവണ്ടായിരുന്നല്ലോ. ആണോ? അയ്യോ തലറിയാനും വിളിക്കാൻ തുടങ്ങിട്ട് ഇത്ര നേരമായല്ലോ. രുക്കോ പിടിച്ചേ. രുക്കു നിങ്ങൾ തുറന്നു നോക്കിയോ? ഞാൻ തള്ളിയൊക്കെ നോക്കി. ഞാൻ തള്ളി തുറന്നു നോക്കട്ടെ. നോക്ക്. ചേട്ടാ അവരിപ്പോ ചവിട്ടി പിടിക്കുന്നു. തുറക്കാം, വഴിയില്ല. എന്നാ ഇത് പിടിച്ചോ. തള്ളാനൊക്കെ പറ്റുമോ? ഭർത്താവേ ഒന്നും പറ്റല്ലേ. അത് പോയെന്നാ തോന്നേ. ഫാൻസി ഡ്രസ്സിൽ പോണ പോലെ എഴുന്നേക്കണേ. ഞങ്ങളെ അമ്പലത്തിൽ പോകുമ്പോ തുടങ്ങുമായിരുന്നു. ചേട്ടൻ ഒരു നേർച്ചുണ്ട്. അതാ ദോഷത്തിന്. അതെന്ത് നേർച്ചയാ? ആ നേർച്ച നിനക്ക് നമ്മുടെ റുബിപ്പടി പറഞ്ഞ ഇപ്പോഴത്തേക്ക് നടുവിന് നല്ലൊരു എണ്ണ ഇടാൻ പാപ്പുക. അമ്മേ ഒട്ട അമ്മാവ അയ്യോ കൊണ്ടുപോടി എന്നെത്തി. അതെ
നിങ്ങള് സിനിമയ്ക്ക് പോയില്ലേ? ശേഷോ സിനിമയ്ക്ക് പോരുന്നെങ്കിൽ നേർച്ച നമുക്ക് കാണാൻ പറ്റുമായിരുന്നു. എന്തായാലുവേ ഈ ക്യൂട്ട്നെസ് ഒക്കെ അങ്ങ് മുന്നോട്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോക്കോ. നല്ല ഭംഗിയുണ്ട് രണ്ടുപേരും കാണാൻ. അയ്യോടാ കണ്ണ് കെട്ടണ്ട. എന്തായാലും നടക്കട്ടെ അല്ലേ? അതെ, എന്നാ പിന്നെ നിങ്ങളുടെ നേർച്ചയും ഉരുളിക്കമെഴുത്തലും ഒക്കെ അങ്ങോട്ട് നടന്നോട്ടെ. സുന്ദരനമ്മ